നമസ്കാരം. തൊമ്മൻകുത്തിലെ കുരിശുപൊളി വിവാദത്തിൽ റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം. കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി.കെ. മനോജിനെയാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥലം മാറ്റിയത്. പത്തനാപുരം റേഞ്ചിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് തിങ്കളാഴ്ചയാണ് പുറത്തിറങ്ങിയത്. നാരങ്ങാനത്ത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പിഴുതുമാറ്റിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. വനംവകുപ്പ് ഭൂമിയാണെന്ന് ആരോപിച്ചായിരുന്നു നടപടികൾ. തുടർന്ന് കുരിശ് സ്ഥാപിച്ചവർക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ കഴിഞ്ഞ ദുഃഖവെള്ളി ദിനത്തിൽ വിവാദ ഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തി പ്രതിഷേധിച്ചതിനും കേസെടുത്തു. ദുഃഖവെള്ളി ദിനത്തിലെ പ്രതിഷേധത്തിന്റെ പേരിൽ വൈദികർക്കെതിരെ അടക്കം കേസെടുത്തതിൽ പ്രതിഷേധിച്ച് സഭാ നേതൃത്വം അടക്കം രംഗത്ത് വന്നു. കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് നോട്ടീസ് നൽകേണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഉന്നതതല നിർദ്ദേശമെത്തിയിരുന്നു. ഇതിനെ തുടർച്ചയായാണ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയതെന്നാണ് വിവരം. കഴിഞ്ഞ ഏപ്രിൽ 11-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. കൈവശ ഭൂമിയെന്ന് നാട്ടുകാരും വനം ഭൂമിയെന്ന് വനംവകുപ്പും അവകാശപ്പെടുന്ന ഭൂമിയിൽ തൊമ്മൻകുത്തിലുള്ള പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിക്കുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഈ കുരിശ് പൊളിച്ചു നീക്കി. ദുഃഖവെള്ളിയാഴ്ച ഈ സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി നടത്താൻ നേതൃത്വം നൽകിയവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. തുടർന്ന് വൈദികർക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. പിന്നാലെയാണ് നടപടി നിർത്തിവെക്കാനുള്ള തീരുമാനം വനംവകുപ്പ് സ്വീകരിച്ചത്. അതിനിടെ കുരിശ് പിഴുതുമാറ്റിയ സംഭവത്തിൽ മുറ്റത്ത് കുരിശ് സ്ഥാപിച്ച് പ്രതിഷേധിച്ച് നാരങ്ങാനത്തെ മറ്റു മതസ്ഥരും രംഗത്ത് വന്നിരുന്നു. നാരങ്ങാനത്ത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പിഴുതു കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് നാരങ്ങാനത്തുള്ള ഇടവക്കാരുടെ വീട്ടുമുറ്റത്ത് കുരിശ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് നാട്ടുകാരായ മറ്റു മതസ്ഥരും തങ്ങളുടെ പറമ്പിലെ മുറ്റത്തും കുരിശ് വെച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഇതിന് തുടക്കം കുറിച്ച് പ്രകാശൻ വടുതലായലിന്റെ വീട്ടുമുറ്റത്ത് കഴിഞ്ഞ ദിവസം 3:30-ന് നാട്ടുകാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സാന്നിധ്യത്തിൽ പ്രകാശൻ കുരിശ് സ്ഥാപിച്ചു. പള്ളിയുടെ കൈവശ ഭൂമിയിൽ നിന്ന് പിഴുതുമാറ്റിയ കുരിശ് പുനഃസ്ഥാപിക്കുകയും നാരങ്ങാനത്തെ പട്ടയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയും ചെയ്യുന്നതുവരെ കുരിശ് മുറ്റത്ത് നിന്ന് മാറ്റില്ലെന്ന തീരുമാനത്തിലാണ് നാരങ്ങാനം നിവാസികൾ. ഇത്തരം വിവാദങ്ങൾക്കിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ടി.കെ. മനോജിനെ സ്ഥലം മാറ്റിയത് ഭരണപരമായ സൗകര്യം പരിഗണിച്ചാണെന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വിവാദമായ ആ സ്ഥലം. വനംവകുപ്പ് ജണ്ടയിട്ട് വേർതിരിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് ജനവാസവുമുണ്ട്, ചുറ്റും വീടുകളുമുണ്ട്. അനധികൃതമായി പലരും കുരിശ് സ്ഥാപിച്ച് കയ്യേറ്റത്തിന് ശ്രമിക്കാറുണ്ട്. എന്നാൽ തൊമ്മൻകുത്തിലേത് അങ്ങനെയല്ല. ഭൂമിക്ക് പട്ടയമില്ല എന്നതാണ് പ്രശ്നം. എന്നാൽ അതിൽ കൈവശാവകാശ പള്ളിക്കുണ്ട് താനും. മലയോരത്ത് പല വസ്തുക്കളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. പട്ടയത്തിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗവും. കുരിശ് പൊളിക്കലിലൂടെ പട്ടയമില്ലാത്തതെല്ലാം വനംവകുപ്പിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കുകയാണ് വനംവകുപ്പ്. ഇതാണ് ആളുകളെ കൂടുതൽ ആശങ്കയിലാക്കിയതും. നെയ്യശ്ശേരി തോക്കുംപൻ റോഡ് പണിതതോടെ ഇവിടേക്ക് റോഡും വന്നു. ഇതോടെയാണ് കുരിശ് സ്ഥാപിച്ചതും 40-ാം വെള്ളി ദിനത്തിൽ വെഞ്ചരിപ്പ് നടത്തിയതും. ദുഃഖവെള്ളിയാഴ്ച കുരിശുമല കയറ്റവും കുരിശിന്റെ വഴി നടത്താനിരിക്കെയാണ് മുന്നറിയിപ്പോ നോട്ടീസോ നൽകാതെ കുരിശ് പിഴുതു മാറ്റിയതെന്ന് വിശ്വാസികൾ പറഞ്ഞു. 65 വർഷമായി കുടിയേറ്റ ജനത താമസിക്കുന്നിടത്തായിരുന്നു ഇത്തരമൊരു സംഭവം. നാരങ്ങാനത്ത് കുറച്ചു പേർക്ക് പട്ടയമുണ്ട്. ബാക്കിയുള്ളവർ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം P.G. സുരേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 6 പതിറ്റാണ്ടായി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയുടെ സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചതെന്ന് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് ഐക്രമറ്റം വിവാദമുണ്ടായപ്പോൾ പ്രതികരിച്ചിരുന്നു. അതേസമയം വനഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നും അതിനാലാണ് പിഴുതു മാറ്റിയതെന്നും ഇതിന് നോട്ടീസോ അറിയിപ്പോ നൽകേണ്ടതില്ല എന്നുമായിരുന്നു റേഞ്ച് ഓഫീസർ ടി.കെ. മനോജിന്റെ വിശദീകരണം.